तारक मेहता का उल्टा चश्मा। ഹായ്, ആരാ എന്റെ ജനാലച്ചില്ല് പൊട്ടിച്ചതാ? ഹായ്, എന്താ അത്? എന്റെ ജനാലയുടെ കണ്ണാടി പൊട്ടിച്ചാരാന്നാ ചോദിച്ചേ? എടാട്ടാ പോ. ഓ നേരത്തെ നിങ്ങളായിരുന്നോ? അതെ, സോനു ഇല്ലാതെ ഒരു രസവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ അവളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് വന്നതാ. നേരത്തെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സിക്സർ അടിച്ചതാണെന്നേ, നിങ്ങളുടെ കണ്ണട ഇടയ്ക്ക് കയറി വന്നതാണ്. വിട്ടേക്ക് ആന്റി, എന്റെ കയ്യിൽ വേറൊരു ബോൾ ഉണ്ട്. നമുക്ക് ഇത് വെച്ച് കളിക്കാം. ബോള് കൊണ്ട് എന്റെ ജനലിന്റെ കണ്ണാടി പൊട്ടിച്ചു. ഇപ്പൊ ബാറ്റ് കൊണ്ട് ചെടിച്ചട്ടിയും. ബോൾ അടിച്ചത് പോരാ, ഞാൻ ബാറ്റ് വലിച്ചെറിയുന്നോ? നിങ്ങൾക്ക് ഇപ്പൊ ബാറ്റ് വേണോ അല്ലേ? എങ്കിൽ ഇന്നാ പിടിച്ചോ. ബാറ്റ് സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. സ്വിമ്മിംഗ് പൂളിലേക്ക് അവസാനമായിട്ട് ചെല്ലുന്നവരാണ് തോൽക്കുന്നത്. സോനിയ അങ്കിൾ, ആ ബാറ്റ് ഒന്ന് ഇങ്ങോട്ട് എറിഞ്ഞു തരുമോ? ഓയ്, അതൊന്നും നടക്കില്ല. നിങ്ങളെ പോലുള്ള കുട്ടിക്കുറുമ്പന്മാരോടൊപ്പം എന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോ തയ്യാറല്ല. നിന്റെ അച്ഛനല്ലേ, ഒന്ന് സമാധാനിപ്പിക്കടാ. ആ, ചേഞ്ച് ഓഫ് പ്ലാൻ. നമുക്ക് ഒളിച്ചേ കണ്ടേ കളിക്കാം. നോട്ട് മൈ ടേൺ. അമ്മ എല്ലാരും കണ്ടുപിടിക്കും, ഞങ്ങൾ എല്ലാരും വിളിക്കാം. ഓക്കെ, എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങട്ടെ. താങ്ക് യു ആന്റി. നിങ്ങളൊക്കെ പിടിക്കാൻ ഞാൻ വന്നോണ്ടിരിക്കണേ. എവിടെ ഒളിച്ചാലും നിങ്ങളൊക്കെ ഞാൻ പിടിച്ചിരിക്കും. എവിടെ പോയി ഒളിച്ചിരിക്കാ? ഒരുപക്ഷെ വെള്ളത്തിനടിയിൽ പതുങ്ങിയിരിക്കണോ? എന്നാ പിന്നെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവൻ കളഞ്ഞേക്കാം. ഇതിപ്പോ എന്താ പറ്റിയത്? ആരാ ഈ സ്വിമ്മിംഗ് പൂൾ ഇപ്പൊ എംപ്റ്റി ആക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, ഓയ് ദേടുത്തി, നിങ്ങൾ സത്യം പറഞ്ഞോ? ഇത് ശരിക്കും ആ കുട്ടിച്ചാത്തന്മാരുടെ പണിയല്ലേ? എടോ വീടേ, താൻ ശരിക്കും ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലേടോ? താൻ എന്ത് ചെയ്തിട്ടായാലും ദയവെടുത്തിയെ കൺട്രോൾ ചെയ്തേ പറ്റൂ. നോക്ക്, അവര് കുട്ടികളോടൊപ്പം ചേർന്ന് ആകെ തകർത്ത് മറിക്കുക. ഒന്ന് സമാധാനിക്ക് സോഡി, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യാന്നേ.
എന്റെ കാലൊടിഞ്ഞേ. സോറി ഉണ്ടേ, ഒത്തിരി വേദനിച്ചാ. ദേടത്തി ഇവിടെ ഒരു സൊസൈറ്റി മീറ്റിംഗ് നടക്കാനിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കേ പ്ലീസ്. വീട് ചേട്ടാ, വല്ല അത്യാവശ്യ കാര്യമാണോ? എന്താ പിന്നെ അച്ഛനെ വിളിച്ചാ പോരെ? ഇനി അച്ഛനോട് പറഞ്ഞാൽ ശരിയാവില്ലെങ്കിൽ ടപ്പുവിന്റെ അച്ഛനെ വിളിച്ചാ മതി. ഞാൻ കുറച്ച് തിരക്കില്ല ഇപ്പോ. അമ്മേ ഓടിക്കോ, ദേ ഗോലി വരുന്നുണ്ട്. എന്റെ ദൈവമേ, കാത്തോളണേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ ബബിതേ. ഈ കുഴപ്പമില്ല ചേട്ടൻ. ചേട്ടൻ ഞാൻ എന്റെ തലമുടി ഒന്ന് ഉണക്കുമായിരുന്നു. ദയേ, കുട്ടികളുടെ ഒപ്പം ചേർന്ന് നീയും കുട്ടിയായി മാറിയിരിക്കുകയാണല്ലോ. പാവം ബബിതയുടെ നെറ്റിക്ക ബോള് കൊണ്ടപ്പോ വേദനിച്ച് കാണൂലേ? ബബിതേ, വേദനയുണ്ടെങ്കിൽ പറയണം, മരുന്ന് കൊണ്ടുവന്ന് തരാം. കൊണ്ടുവരട്ടെ? ചേട്ടാലാൽ, താന് തന്റെ ഭാര്യയെ മക്കളെ നോക്കിയാ മതി. ഇവളെ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. ബബിതയെ ഞാൻ നോക്കിക്കോളാം. ദയേ, നിങ്ങൾക്ക് കളിച്ചേ മതിയാവുമെങ്കിൽ ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ചാ മതി. ഇവിടെ വേണ്ട. നിങ്ങൾ വെറുതെ ഈ സൊസൈറ്റിയിലുള്ളവരെയൊക്കെ ശല്യം ചെയ്യാതെ പോവാൻ നോക്കും. അച്ഛാ, അച്ഛൻ അമ്മയൊന്നും പറയരുത്. അമ്മേ, ഞങ്ങളുടെ കൂടെ പോരി, നമുക്ക് ബാഡ്മിന്റൺ കളിക്കാം. എടാ ദയാൻറ്റി അതി ഭയങ്കര കളിക്കാരിയാണല്ലോ. ആന്റിക്ക് നേരെ നമ്മൾ ശക്തമായി ആഞ്ഞടിക്കണം. പിങ്കു, വാ, ഇറങ്ങി വാ. എന്റെ അമ്മോ, ഇവരെല്ലാം കൂടി എന്നെ കൊന്നേ. ഭാഗ്യത്തിന് ഈ ഷോട്ട് തട്ടിവിട്ടത് ദയാന്റിയാ. എന്തായാലും നമ്മളല്ലല്ലോ. അല്ലെങ്കിൽ ഇനി നമ്മൾ ആരെയും വീടിന് പുറത്തിറങ്ങാനും പോലും സമ്മതിക്കില്ലായിരുന്നു. ഓയ് നമ്പൂതിരിയേട്ടാ, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? ഒന്ന് എഴുന്നേൽക്കേണ്ട സുഹൃത്തെ, കണ്ണു തുറന്നൊന്ന് നോക്ക്. അമ്മ അമ്മ കളിച്ചോണ്ടേ ഇരിക്കാൻ നിർത്തുന്നേ ഇല്ല. ഞങ്ങൾക്ക് ചാൻസും തരുന്നില്ല. അതെ, ശരിയാ ദയാന്റി.
ഇതേ ആന്റി ശരിക്കും ഫണ്ണിയല്ലേ? ഓ ഈ ദേഹത്തിന് ഒരു കാര്യം, അവരിപ്പോ കുട്ടികളെക്കാളും കഷ്ടമായിരിക്കുക. പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ദയാനയുടെ കൂടെ കളിക്കാൻ കൂടിയ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. വലിയ ആൾക്കാര് നമ്മൾ ആരും വഴക്ക് പറയില്ല.